നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഈ മാസം 26 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിൽ ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം കൈവരിച്ച അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ അനുമോദിച്ചു. അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക സംഘടനയായ ഫ്യൂച്ചറിന്റെ ആഭിമുഖ്യത്തിലാണ് പാർവതിയുടെ വസതിയിലെത്തി അനുമോദനം നൽകിയത്. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഈ മാസം 26 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിൽ ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഏപ്രിൽ 26 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നിങ്ങനെ മണ്ഡലങ്ങളും, മാവേലിക്കര ലോക്സഭാ മണ്ഡല പരിധിയിൽ ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നിങ്ങനെ മണ്ഡലങ്ങളുമാണുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളും മാവേലിക്കര മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളുമാണ് ഇത്തവണ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 14,83,000 വോട്ടർമാരാണുള്ളത്. 7,26,008 സ്ത്രീ വോട്ടർമാരും 6,74,066 പുരുഷ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ആലപ്പുഴ മണ്ഡലത്തിലുള്ളത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 13,31,880 വോട്ടർമാരാണ് ആകെയുള്ളത്. 7,01,564 സ്ത്രീ വോട്ടർമാരും 6,30,307 പുരുഷ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് മാവേലിക്കര മണ്ഡലത്തിലുള്ളത്. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലായി 18, 19 പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന 42,721 പുതിയ വോട്ടർമാരാണുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിലെ 23,898 പുതിയ വോട്ടർമാരിൽ 11,839 സ്ത്രീകളും 12,059 പുരുഷന്മാരുമാണുള്ളത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 18,823 പുതിയ വോട്ടർമാരിൽ 9,248 സ്ത്രീ വോട്ടർമാരും 9,575 പുരുഷ വോട്ടർമാരുമാണ്. ജില്ലയിൽ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലായി ആകെ 2,614 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 1,333 പോളിംഗ് സ്റ്റേഷനുകളും മാവേലിക്കര മണ്ഡലത്തിൽ 1,281 പോളിംഗ് സ്റ്റേഷനുകളും പ്രവർത്തിക്കും. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷനും ഒരു പിങ്ക് പോളിംഗ് സ്റ്റേഷനും ഉണ്ട്. മാതൃകാ പോളിംഗ് സ്റ്റേഷനിൽ ഭിന്നശേഷിക്കാർക്കുള്ള വീൽചെയർ, എല്ലാ വോട്ടർമാർക്കും ലൈറ്റ് റിഫ്രഷ്മെന്റ്, മുതിർന്ന പൗരന്മാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അലക്സ് വർഗീസ് കൂട്ടിച്ചേർത്തു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM വിനോദ് രാജ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സീനിയർ സൂപ്രണ്ട് S അൻവർ, അഡീഷണൽ SP ST സുരേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് ജൂനിയർ സൂപ്രണ്ട് TA ഗ്ലാഡ്വിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേന്ദ്രസേന ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ചയായിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ റൂട്ട് മാർച്ചുകൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വൾണറബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒരു 50-ൽ പരം റൂട്ട് മാർച്ചുകൾ നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആംസ് ഉള്ള ആൾക്കാർ അവരുടെ എക്സെപ്ഷൻ കിട്ടാത്ത എല്ലാവരുടെയും തന്നെ ആംസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ജില്ലയിൽ. സിവിൽ സർവീസ് പരീക്ഷയിൽ ഭിന്നുവിജയം കൈവരിച്ച അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ അനുമോദിച്ചു. അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക സംഘടനയായ ഫ്യൂച്ചറിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പാർവതിയുടെ വസതിയിലെത്തി അനുമോദനം നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം കൈവരിച്ച അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ അനുമോദിച്ചു.
അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ഫ്യൂച്ചറിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പാർവതിയുടെ വസതിയിലെത്തി അനുമോദനം നൽകിയത്. എലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ തട്ടാരുപ്പറമ്പിൽ ഹരികുമാർ, ഫ്യൂച്ചർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിസാമുദ്ദീൻ, ഡോക്ടർ കെ ജി പത്മകുമാർ, അഡ്വക്കേറ്റ് മുജീബ് വൈലിത്തറ, ജമാൽ പള്ളാത്തുരുത്തി, യു അഷ്റഫ്, ഗോപകുമാർ, വഹാബ് പറയന്തറ, അഡ്വക്കേറ്റ് ശ്യാം, വി എ ഷംസ്, നിഷാദ് പന്ത്രണ്ടിൽ, ബദർ നീർക്കുന്നം, ഷഫീഖ്, നിസാർ തകഴി തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടേതായ എല്ലാവിധ ആശയങ്ങളും മുറുക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അത് ജോബിന്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പം ഈ ഫീൽഡിലൂടെ പോകുന്ന കുട്ടികളോടൊക്കെ നമുക്ക് മുൻകൂട്ടി ഭയമുണ്ട്. എത്രത്തോളം അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റുന്നതിനെ കുറിച്ച് വളരെ വളരെ എന്താ പറയുക മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതല്ല ഞാൻ പറഞ്ഞ നെഗറ്റിവിറ്റി പറയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സമാധാനപരമായും ക്രമമായുമുള്ള വോട്ടെടുപ്പിനും വോട്ടർമാർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സത്തിനോ വിധേയമാകാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം. അംഗീകൃത പ്രവർത്തകർക്ക് അനുയോജ്യമായ ബാഡ്ജുകളും ഐഡന്റിറ്റി കാർഡുകളും നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം സമ്മതിദായകർക്ക് വിതരണം ചെയ്യുന്ന അടയാളക്കുറിപ്പുകൾ വെറും വെള്ളക്കടലാസിൽ ആയിരിക്കണം. അതിലേതെങ്കിലും ചിഹ്നമോ സ്ഥാനാർത്ഥിയുടെ പേരോ കക്ഷിയുടെ പേരോ ഉണ്ടാകില്ലെന്നും തീരുമാനമെടുക്കണം. വോട്ടെടുപ്പ് ദിവസവും അതിനു മുമ്പുള്ള 24 മണിക്കൂറിനുള്ളിലും മദ്യം നൽകുകയോ വിതരണം നടത്തുകയോ ചെയ്യരുത്. പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകർക്കും അനുഭാവികൾക്കുമിടയിൽ സംഘർഷം ഒഴിവാക്കാൻ പോളിംഗ് ബൂത്തിനരികെ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നിർമ്മിച്ചിട്ടുള്ള ക്യാമ്പിന് സമീപം അനാവശ്യമായ ആൾക്കൂട്ടം തടയണം. സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ ആർഭാടരഹിതമാണെന്ന് ഉറപ്പുവരുത്തുക. അവർ ഏതെങ്കിലും ചുവർ പരസ്യങ്ങളോ കൊടികളോ ചിഹ്നമോ മറ്റ് പ്രചാരണ വസ്തുക്കളോ പ്രദർശിപ്പിക്കരുത്. ക്യാമ്പുകളിൽ ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനോ ആൾക്കൂട്ടം അനുവദിക്കാനോ പാടില്ല. വോട്ടെടുപ്പ് ദിവസം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് അധികാരികളുമായി സഹകരിക്കുകയും അതിനായി പെർമിറ്റ് വാങ്ങി അതാത് വാഹനങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്നും ഇലക്ഷൻ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി എന്നാണ് സംശയം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നീർക്കുന്നം കാളക്കാട് മോഹനന്റെ കോഴികളാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ചത്തൊടുങ്ങിയത്. വെറ്റിനറി ഡോക്ടർ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇത് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചു. എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ 17,280ഓളം പക്ഷികളെ കൊന്നൊടുക്കിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ വീണ്ടും 100ലധികം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഈ മാസം 26 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിൽ ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം കൈവരിച്ച അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ അനുമോദിച്ചു. അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ഫ്യൂച്ചറിന്റെ ആഭിമുഖ്യത്തിലാണ് പാർവതിയുടെ വസതിയിലെത്തി അനുമോദനം നൽകിയത്. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.